എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. അതിനേക്കാൾ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ് ഏറ്റവും റിച്ചസ്റ്റ് പ്ലേസ്. എല്ലാവർക്കും അറിയാമായിരിക്കും, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ശരിക്കും നമ്മൾ അങ്ങോട്ടൊക്കെ പോകാൻ നോക്കിയിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അപ്പം നമ്മൾ കുറേ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മൊബൈലിൽ മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റൂ, ക്യാമറയൊന്നും അലൗഡ് അല്ല. അവിടെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയത്. ഒരു മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. ഭയങ്കര ഡിസ്റ്റർബൻസ്. പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനത്തിന് വരുന്നവർ കാണേണ്ടതായ 3 സ്ഥലങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, ലോകശ്രദ്ധ നേടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ നിലവറയ്ക്കുള്ളിലെ നിധിശേഖരം തന്നെയാണ്. ഇതുവരെ ഉള്ള നിലവറകൾ തുറന്ന് തിട്ടപ്പെടുത്തിയ കണക്ക് പ്രകാരം ആ ക്ഷേത്രത്തിലെ നിധിശേഖരത്തിന് 1.25 ലക്ഷം കോടി രൂപ ആസ്തി ഉണ്ടെന്നാണ് പറയുന്നത്. എൻ്റെ ദൈവമേ, 1.25 ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ എത്ര പൂജ്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത്രയും ഓർക്കാനേ പറ്റുന്നില്ല. അത്രയും അമൂല്യമായ നിധിശേഖരങ്ങളുടെ ഒരു ക്ഷേത്രമാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രം തന്നെയാണ്. ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു അനന്ത ശയനത്തിലുള്ള പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ. ഈ ക്ഷേത്രത്തിൻ്റെ ദർശനം എന്ന് പറഞ്ഞാൽ 3 വാതിലിലായിട്ടാണ് നമ്മൾ ഭഗവാനെ ദർശിക്കുന്നത്. അടുത്തായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കുതിരമാളികയാണ്. സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൊട്ടാരമായിരുന്നു കുതിരമാളിക. 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലത്ത് രാജഭരണം ഏറ്റിരുന്ന രാജാവായിരുന്നു ശ്രീ സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ കുറേ മാറ്റങ്ങൾ തിരുവിതാംകൂർ സംഭവിച്ചു. കലാപരമായും സാമൂഹ്യപരമായിട്ടും വാസ്തുവിദ്യാപരമായിട്ടും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ. എനിക്കൊന്ന് ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്താണ്. വാനനിരീക്ഷണ കേന്ദ്രം കൊണ്ടുവന്നത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടം. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ വന്നിരുന്നു. അപ്പോൾ സ്വാതി തിരുനാൾ സ്വന്തമായിട്ട് പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമാണ് കുതിരമാളിക. ഈ കുതിരമാളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 2ാമത്തെ നിലയിൽ ഒരേ ലൈനിൽ 122 കുതിരകൾ കുത്തിവെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. കുറേ ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും പിന്നെ കുറേ രാജാക്കന്മാർക്ക് കിട്ടിയ ഗിഫ്റ്റുകളും ഒരുപാട് കാര്യങ്ങൾ പണ്ട് കാലത്ത് തിരുവിതാംകൂറിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ നമുക്ക് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കുതിരമാളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ മുറിക്കും അതിൻ്റെ മച്ച് ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ ഡിസൈനാണ്. ഏറ്റവും വളരെ അട്രാക്റ്റീവായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 ആനയുടെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു സിംഹാസനമുണ്ട്. സെയിം അവിടെ തന്നെ ഒരു ക്രിസ്റ്റൽ കൊണ്ടുണ്ടാക്കിയ സിംഹാസനമുണ്ട്. ആനക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ആട്ടുതൊട്ടിൽ, പിന്നെ കുറേ ആനക്കൊമ്പിൻ്റെ കളക്ഷൻസ്, ആനക്കൊമ്പ് കൊണ്ടുണ്ടാക്കിയ കുറേ ചെറിയ സ്കൾപ്ചേഴ്സ്, അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. മുകളിലത്തെ നിലയിലാണ് സ്വാതി തിരുനാൾ കൃതികൾ എഴുതിയിരുന്ന ഒരു സ്പേസ് ഉണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു പാസേജ് ഉണ്ട്, രഹസ്യമായിട്ടുള്ളൊരു പാസേജ് ഉണ്ടെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിലേക്ക് സ്വാതി തിരുനാളിന് പോകാൻ വേണ്ടിയിട്ടൊരു രഹസ്യമായ ഒരു ടണൽ സംവിധാനം ഉണ്ടെന്ന് അറിഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, കുതിരമാളിക പണി കഴിപ്പിച്ചത് ഒരു ആണി പോലും ഉപയോഗിക്കാതെയാണ് കുതിരമാളിക എന്ന കൊട്ടാരം നിർമ്മിച്ചത്. അത് എടുത്തു പറയേണ്ടത് തന്നെ ഒരു പ്രത്യേകതയാണ്. എല്ലാം ഇന്റർലോക്കിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ കുതിരമാളികയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തുവിദ്യാപരമായിട്ടൊക്കെ വളരെ മഹത്തരമായിട്ടുള്ള ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കൊട്ടാരത്തിന് തെക്കോട്ടാണ് ദർശനം. അപ്പം അതിൻ്റേതായ പോരായ്മകൾ വാസ്തുവിദ്യാപരമായി ഉണ്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് പറയപ്പെടുന്നു. സ്വാതി തിരുനാൾ 1 വർഷം മാത്രമേ ഈ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നുള്ളൂ. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത്. ഒരുപാട് സിനിമകൾ കുതിരമാളികയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു താണ്ഡവം സിനിമ അവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. താണ്ഡവത്തിൻ്റെ കുറേ വിഷ്വൽസ് പാട്ടിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ കൊട്ടാരം കൃത്യമായിട്ട് കാണാൻ പറ്റും. സ്വാതി തിരുനാളിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തപ്പെടുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം എല്ലാ വർഷവും ജനുവരി 6 തൊട്ട് 12 വരെ ഈ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് നടത്തുന്നത്. വളരെ പ്രശസ്തമായ മേത്തൻമണി ഈ കൊട്ടാരത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 3ാമതായിട്ട് കാണേണ്ട സ്ഥലമാണ് ചിത്രാലയം ആർട്ട് ഗാലറി. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ ചിത്രാലയം എന്നും ഒരു പേരൂടുണ്ട് ഇതിന്. അപ്പം ഈ ചിത്രാലയം ആർട്ട് ഗാലറി തൊട്ടടുത്ത് മറ്റൊരു കൊട്ടാരത്തിലാണ് ഈ ആർട്ട് ഗാലറി ഒരുക്കിയിട്ടുള്ളത്. ഈ ചിത്രാലയം എന്ന് പറഞ്ഞ ആർട്ട് ഗാലറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഒരു ആൽബം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്തും ബ്രിട്ടീഷുകാരുടെ കാലത്തും തിരുവിതാംകൂറിൻ്റെ ഭരണകാലത്തും ഉണ്ടായിരുന്ന കുറേ മൊമെൻറ്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ഫോട്ടോസ് ശരിക്കും ഒരുപാടുണ്ട്, കളക്ഷൻസും അവിടെയുണ്ട്. ഈ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല ക്രേസ് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എടുത്ത കുറേ ഫോട്ടോഗ്രാഫ്സ്, ആ കാലഘട്ടത്തിൻ്റെ കുറേ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക്, ആ കാലഘട്ടം മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം അന്വേഷിക്കുന്നവർക്ക് ഒക്കെ ആ ഒരു
കാലഘട്ടമൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഗാലറിയിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഓട്ടോ ഷട്ടർ ഫെസിലിറ്റി ഉള്ള ഒരു ക്യാമറ അവർ പരീക്ഷിച്ച ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. ബാലരാമവർമ്മയും മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. വളരെ ലൈവായിട്ടുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ, നല്ല രസമുള്ളൊരു ഫോട്ടോയാണ്. ശബരിമലയുടെയൊക്കെ പഴയ ഫോട്ടോഗ്രാഫ് ഗാലറിയിലുണ്ട്. ഇതൊന്നുമല്ല, എക്സൈറ്റഡ് ആയി പോയ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഗാലറിയിലെ ഫോട്ടോഗ്രാഫ്സ് എല്ലാം കണ്ട് തിരിച്ചിറങ്ങി വന്നു കഴിയുന്ന സമയത്ത് അവിടെ ഒരു ആനയുടെ ഒരു രൂപം അവിടെ ഉണ്ട്. അപ്പം ഞാനത് കണ്ടിട്ട് ആദ്യം ഇങ്ങനെ എക്സൈറ്റഡ് ആയിപ്പോയി. ഞാനിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടെ നമുക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരാളുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ തിരുവിതാംകൂർ രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആനയായിരുന്നു ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞിട്ട്. ഈ ചന്ദ്രശേഖരൻ ആന ചെരിഞ്ഞപ്പോഴത്തേക്കും ഈ ആനയുടെ തലഭാഗവും തല, കൊമ്പ്, തുമ്പിക്കൈ ഇത്രയും കട്ട് ചെയ്ത് സ്റ്റഫ് ചെയ്ത് അവരവിടെ സൂക്ഷിച്ചിരിക്കുകയാണ്. കണ്ട എനിക്ക് തോന്നുന്നൊരു ക്രിസ്റ്റലാണ്, എന്തോ ഒരു ക്രിസ്റ്റലാണ് വെച്ചിരിക്കുന്നത്. നല്ല തിളക്കമാണ് അത് കാണാൻ. ശരിക്കും ഒരു ആന കറക്റ്റ് നിൽക്കുന്ന പോലെയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയി. ഈ ഒരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല. ശരിക്കും ഇത് 4 കൊല്ലമായുള്ളൂ ഗാലറിയിലേക്ക് മാറ്റിയിട്ട്. ഈ ഗാലറി ശരിക്കും തുറന്നു കൊടുത്തിട്ട് 8 കൊല്ലമായിട്ട്. ഇത് തിരുവിതാംകൂർ കുടുംബത്തിൻ്റെ കസ്റ്റഡി ഉണ്ടായിരുന്നൊരു സംഭവമാണ്. ഇപ്പോഴാണ് അത് ഗാലറിയിലേക്ക് മാറ്റിയത്. ശരിക്കും ഇത്തരം സംഭവങ്ങൾ അന്നത്തെ കാലത്ത് കുടുംബത്തിന് ഏറെ പ്രിയപ്പെട്ട ആനയായതുകൊണ്ടാണ് അവരത് സ്റ്റഫ് ചെയ്ത് വെച്ചിരുന്നത്. ഇങ്ങനൊരു ആനയെപ്പറ്റി അറിഞ്ഞപ്പോൾ, അപ്പോൾ കൂടുതൽ നമ്മൾ ഈ ആനയെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് 1885 മുതൽ 1946 വരെയായിരുന്നു ചന്ദ്രശേഖരൻ്റെ കാലഘട്ടം. തിരുവിതാംകൂർ രാജകുടുംബത്തിന് ഒട്ടേറെ ആനകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ചന്ദ്രശേഖരനെ മാത്രം എന്നും ഓർത്തിരിക്കാൻ ഇത്തരത്തിലൊരു ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചു എന്നുള്ള ചോദ്യം. അത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു ചന്ദ്രശേഖരൻ. തിരുവിതാംകൂർ രാജകുടുംബത്തിനും രാജ്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടവനായിരുന്നു ചന്ദ്രശേഖരൻ. ഏറെ ബുദ്ധിശാലിയായ ഒരു ആനയായിരുന്നു. ഏറ്റവും തലയെടുപ്പുള്ള ആനയായിരുന്നു ചന്ദ്രശേഖരൻ. അവിടുത്തെ റെക്കോർഡ് പ്രകാരം 11 അടി 3 ഇഞ്ചാണ് ചന്ദ്രശേഖരൻ്റെ ഹൈറ്റ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചേങ്ങല്ലൂർ രംഗനാഥൻ എന്ന് പറഞ്ഞ ആന തൃശ്ശൂർ മ്യൂസിയത്തിൽ അതിൻ്റെ സ്കെൽട്ടൺ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. 11 അടിയായിരുന്നു ആനയുടെ പൊക്കം. അപ്പം അവിടെയൊന്നും നമ്മൾ ഈ ചന്ദ്രശേഖരനെ പറ്റി കേട്ടിട്ടില്ല. ഇപ്പോഴാണ് അതിൻ്റെ ഒരു അറിവ് കിട്ടുന്നത്. അപ്പം ചന്ദ്രശേഖരൻ ആനയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെ വിവാഹം മുതൽ വരനെ ആനയിച്ചുകൊണ്ട് വന്നിരുന്നത് ആനപ്പുറത്തായിരുന്നു. അത് ചന്ദ്രശേഖരൻ്റെ മുകളിലായിരുന്നു വന്നിരുന്നത്. കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെ ഭർത്താവായ കേണൽ GV രാജയായിരുന്നു ആദ്യമായിട്ട് ചന്ദ്രശേഖരൻ്റെ പുറത്തേറി വന്നിരുന്നത്. അപ്പം അതും ഒരു പ്രത്യേകതയായിരുന്നു ചന്ദ്രശേഖരൻ. ഇതുപോലെ വളരെ രസകരമായ കൗതുകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ രാജകുടുംബത്തിൻ്റെ കയ്യിൽ ഇനിയും ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഭയങ്കര സംഭവമാണ്. അതായത് എനിക്ക് ആനകളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കും എനിക്കത് ഭയങ്കര എക്സൈറ്റഡ് ആയി പോയത്. ഈ സംഭവം ആരും കാണാതെ പോകരുത്. ഇത് ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വിഷ്വൽസ് നമുക്ക് കൂടുതൽ എടുക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഈ രീതിയിലാക്കിയത്. കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടവർ, ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടവർ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക, മറ്റുള്ളവരിലേക്ക് ഈ എപ്പിസോഡ്, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് തന്നെ രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.